ആസൂറ ബീവി റളിയല്ലാഹു അൻഹ. അഫ്സൂസ് എന്ന രാജ്യത്തെ രാജാവായിരുന്നു അബ്ദുള്ള രാജാവ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആസൂറ ബീവി. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മഹദി. അവരെ വിവാഹം കഴിക്കാൻ ഹലാലായ ആരും അവരെ കണ്ടിട്ടില്ല. അതായത് അന്യപുരുഷന്മാർ അവരെ കണ്ടിട്ടേയില്ല. അന്യപുരുഷന്മാർ കാണുന്ന വിധത്തിൽ അവർ പുറത്തിറങ്ങിയിട്ടില്ല എന്നർത്ഥം. അങ്ങനെ ഒരു ദിവസം അബ്ദുള്ള രാജാവ് ആസൂറ ബീവിയോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ടവളെ, ഞാൻ ഈ വർഷത്തെ ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം ഞാൻ തനിച്ചാണ് പോകുന്നത്. അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് പോകാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ മന്ത്രിമാരെയും മറ്റും വിളിച്ചുകൂട്ടി പറഞ്ഞു, ഞാൻ ഹജ്ജിന് പുറപ്പെടുകയാണ്. ഞാൻ പോയി വരുന്നതുവരെ എന്റെ രാജ്യവും മറ്റും എന്റെ അനുജനായ അബ്ദുറഹ്മാനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ മടങ്ങി വരുന്നതുവരെ അവനായിരിക്കും നിങ്ങളുടെ രാജാവ്. അങ്ങനെ അബ്ദുള്ള രാജാവ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. അനിയൻ അബ്ദുറഹ്മാൻ ഭരണമേറ്റെടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം രാജാവായ അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിന്റെ വീട്ടിലേക്ക് വിശേഷ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയി. ആ സമയത്തെല്ലാം ബീവി ആസൂറ റളിയല്ലാഹു അൻഹ ഒരു മറയ്ക്കു പിന്നിൽ നിന്നാണ് സംസാരിക്കാറ്. ഒരു ദിവസം അബ്ദുറഹ്മാൻ ഒരു അസ്ർ നിസ്കാരത്തിന്റെ സമയത്ത് അബ്ദുള്ള രാജാവിന്റെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് ആസൂറ ബീവി അസ്ർ നിസ്കരിക്കാൻ വേണ്ടി വുദു എടുക്കാൻ പുറത്തിറങ്ങിയ സമയമായിരുന്നു. ആസൂറ ബീവി മുഖമക്കനെയും കൈയും എല്ലാം കയറ്റി വെച്ച് വുദു എടുക്കുന്നത് ഒരു മറയ്ക്കു പിന്നിൽ നിന്ന് അബ്ദുറഹ്മാൻ ശ്രദ്ധിച്ചു കാണുകയാണ്. ആസൂറ ബീവിയുടെ ഭംഗി കണ്ട അബ്ദുറഹ്മാൻ അമ്പരന്ന് പോയി. വർണ്ണിക്കാൻ കഴിയാത്തത്രയും വലിയ ഭംഗി. പിന്നെ അബ്ദുറഹ്മാൻ 5 നേരവും വരവായി. ആസൂറ ബീവി വുളു എടുക്കുമ്പോൾ അബ്ദുറഹ്മാൻ മാറി നിന്ന് ശ്രദ്ധിക്കും, ആ ഭംഗി കണ്ട് ആസ്വദിക്കും. അങ്ങനെ ഒരു ദിവസം ആസൂറ ബീവിക്ക് അബ്ദുറഹ്മാൻ എന്നെ മറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം ആസൂറ ബീവി അകത്ത് നിന്ന് തന്നെ വുളു ഉണ്ടാക്കി നിസ്കരിക്കലായി. ഇങ്ങനെ ആയപ്പോൾ അബ്ദുറഹ്മാൻ ക്ഷമകെട്ടു. ഒരു ദിവസം അബ്ദുറഹ്മാൻ ആസൂറ ബീവിയോട് ചോദിച്ചു, അല്ലയോ ആസൂറ, ഞാൻ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയിരിക്കുന്നു. അതിനാൽ ഒരു തവണയെങ്കിലും എന്നോടുകൂടി കിടപ്പറ പങ്കിടണം. ഇത് അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ ബീവി ആസൂറ വളരെ ദേഷ്യത്തിൽ അവനോട് പറഞ്ഞു, ഛീ, മാറി നിൽക്കൂ, ഞാൻ നിന്റെ സഹോദരന്റെ ഭാര്യയാണ്. അല്ലാഹു തആല ഇതെല്ലാം കാണില്ലേ? നിനക്ക് അല്ലാഹുവിനെ ഭയമില്ലേ? എന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത്. അബ്ദുറഹ്മാൻ ആകെ പേടിച്ചു കൊട്ടാരത്തിലേക്ക് പോയി. കുറച്ച് ദിവസത്തിന് ഭരണകാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാതായി. അങ്ങനെയായപ്പോൾ അബ്ദുറഹ്മാന്റെ ഏറ്റവും അടുത്ത 4 സുഹൃത്തുക്കൾ വന്ന് കാര്യമന്വേഷിച്ചു. അബ്ദുറഹ്മാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. എന്നെ ആട്ടിയോടിച്ച അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാന്റെ കൂട്ടുകാർ ആസൂറ ബീവിക്കെതിരെ വലിയ ഒരു ചതിപ്രയോഗം ആവിഷ്കരിക്കുകയാണ്. ആസൂറ ബീവിയെ വധിച്ചു കളയുക. അബ്ദുറഹ്മാന്റെ കൂട്ടുകാർ അവനോട് പറഞ്ഞു, ഇപ്പോൾ ഈ രാജ്യത്തെ രാജാവ് നീയാണ്. അതുകൊണ്ട് ആസൂറ ബീവിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ പാകത്തിൽ കാരണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം. കോടതിക്ക് മുമ്പിൽ വ്യഭിചാരിയായ സ്ത്രീയായി ഞങ്ങൾ ആസൂറ ബീവിയെ എത്തിച്ചു തരാം. നീ അവളെ മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചാൽ മാത്രം മതി. അതും പറഞ്ഞ് അവർ പിരിഞ്ഞുപോയി. അങ്ങനെ അബ്ദുറഹ്മാന്റെ കൂട്ടുകാരായ 4 പേരും നേരെ പോയത് ആസൂറ ബീവിയുടെ വേലക്കാരനായ സെയ്ദിന്റെ അടുത്തേക്കാണ്. അവർ സെയ്ദിനോട് പറഞ്ഞു, സെയ്ദേ, നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് അബ്ദുറഹ്മാൻ ചെറിയ പ്രശ്നത്തിലാണ്. അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ അബ്ദുറഹ്മാന്റെ തലയുണ്ടാകില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ സെയ്ദിനോട് പറഞ്ഞു. അതുകൊണ്ട് അവളെ ചതിയിൽ പെടുത്താൻ നീ കൂട്ടുനിൽക്കണം. അപ്പോൾ ആസൂറ ബീവിയുടെ വേലക്കാരൻ സെയ്ദ് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അവർ പറഞ്ഞു, ആസൂറ ബീവി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കും. അപ്പോൾ നീ മുൻവാതിലിന്റെ ലോക്ക് അഴിച്ചു മാറ്റണം. പുറത്തുനിന്ന് വാതിൽ തള്ളിയാൽ വാതിൽ തുറക്കുന്ന രൂപത്തിലാക്കി വെക്കണം. എന്നിട്ട് ആരും കാണാതെ ആസൂറ ബീവിയുടെ കിടപ്പുമുറിയിൽ കയറി ഒളിച്ചിരിക്കണം. അവൾ വുളു എടുത്തു വരുമ്പോൾ നീ അവളെ കേറി പിടിക്കണം. നിങ്ങൾ 2 പേരും കിടക്കയിലേക്ക് മറിഞ്ഞു വീഴണം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരും. വ്യഭിചാരിയെന്ന് ആരോപണ വിധേയനായ നീയും അത് കണ്ട സാക്ഷികളായ ഞങ്ങൾ 4 പേരും രാജാവിന്റെ മുമ്പിൽ സാക്ഷികളായി നിന്നാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ആസൂറ ബീവിക്ക് വധശിക്ഷ ലഭിക്കും. പക്ഷേ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. ഈ കാര്യം അബ്ദുറഹ്മാന്റെ 4 കൂട്ടുകാർ സെയ്ദിനോട് പറഞ്ഞപ്പോൾ സെയ്ദ് പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹദിയായ അവരെ ചതിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞു. അവർ 4 പേരും കൂടി സമ്പത്ത് നൽകി സെയ്ദിനെ അവരുടെ ഭാഗത്താക്കി.
അന്ന് രാത്രി ഈ ചതി അറിയാതെ ആസൂറാ ബീവി പതിവ് പോലെ തഹജ്ജുദിന് എണീറ്റ് പുറത്തു പോയപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രകാരം മുൻവാതിലിന്റെ ലോക്ക് അഴിച്ചു മാറ്റി ശേഷം മെല്ലെ സെയ്ദ് ആസൂറാ ബീവിയുടെ റൂമിൽ ഒളിച്ചിരുന്നു. ആസൂറാ ബീവി വുളൂഎടുത്ത് തിരിച്ചു വന്നു. തന്റെ റൂമിൽ നിസ്കരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒളിച്ചിരിക്കുന്ന സെയ്ദ് ആസൂറാ ബീവിയെ കടന്നു പിടിച്ച് രണ്ടുപേരും കിടക്കയിലേക്ക് മറിഞ്ഞു വീണു. പെട്ടെന്ന് തന്നെ അബ്ദുറഹ്മാന്റെ കൂട്ടുകാർ പുറത്തുനിന്നും വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നു. അപ്പോൾ അവർ കാണുന്ന കാഴ്ച ആസൂറാ ബീവിയും സെയ്ദും തമ്മിലുള്ള പിടിവലിയാണ്. ഭർത്താവ് ഹജ്ജിന് പോയ അവസരത്തിൽ റാണിക്ക് ഭൃത്യനുമായി വീഴ്ചയോ? ആ കൂട്ടുകാരിൽ ഒരുത്തൻ പരിഹാസ സൂചകമായി ചോദിച്ചു, എന്റെ റബ്ബേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ആസൂറാ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്. അംഗശുദ്ധി ചെയ്ത് നിസ്കാരത്തിനൊരുങ്ങി എന്റെ പിന്നിലൂടെ വന്ന് ബലാത്കാരത്തിന് ശ്രമിച്ച നീചനാണ് സെയ്ദ്. അപ്പോൾ സെയ്ദ് പറഞ്ഞു, ആസൂറ പറയുന്നത് ശുദ്ധ കളവാണ്. അവർ എന്നെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി രഹസ്യ വീഴ്ചയ്ക്ക് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ആ അവസരത്തിൽ അവർ 4 പേരും പറഞ്ഞു, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു പതിവ്രതയായ റാണി വന്നിരിക്കുന്നു. ഞങ്ങൾ ഇത് രാജാവിന് റിപ്പോർട്ട് ചെയ്യും. ബീവി അവരോടായി പറഞ്ഞു, എന്നെ അപമാനിക്കരുതേ, ഞാൻ നിരപരാധിയാണ് എന്ന് തുടങ്ങിയ യാചനയുടെ സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് ആസൂറാ ബീവി തന്റെ നിരപരാധിത്വത്തിനായി അവരോട് യാചിച്ചു. പക്ഷേ അതവർ സ്വീകരിച്ചില്ല. അവർ നേരെ കൊട്ടാരത്തിലേക്കോടി അബ്ദുറഹ്മാനെ വിവരമറിയിക്കാൻ വേണ്ടി. ബീവി കരഞ്ഞു കരഞ്ഞ് എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് അവനിൽ സുജൂദിലായി വീണു. കേസ് കോടതിയിലെത്തി. ജനകീയ കോടതിയിൽ ആസൂറാ ബീവിയുടെ കേസ് വിചാരണയ്ക്ക് വന്നു. വ്യഭിചാരം ചെയ്യുന്നത് നേരിൽ കണ്ടുവെന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന 4 സാക്ഷികൾ. ആസൂറാ ബീവി തന്നെ രഹസ്യ വീഴ്ചയ്ക്ക് ക്ഷണിച്ചെന്നും താൻ അവരുമായി വ്യഭിചരിച്ചെന്നും ആവർത്തിച്ചു പറയുന്ന സെയ്ദ്. ഏത് കോടതിക്കും അതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ നിരപരാധിയാണ്, എന്നെ കരുതി കൂട്ടി ചതിച്ചതാണ് എന്നുള്ള കരിങ്കല്ലിനെ പോലും അലിയിക്കുന്ന രീതിയിലുള്ള ബീവിയുടെ അപേക്ഷ കേൾക്കാൻ അവിടെ ആരും തയ്യാറായില്ല. തന്നെയുമല്ല, നീതി നടപ്പാക്കേണ്ട ഭരണാധികാരിയാണ് ന്യായാധിപ സ്ഥാനത്തിരിക്കുന്നത്. പക്ഷെ അയാളുടെ ആവശ്യം ബീവിയെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. പിന്നെങ്ങനെയാണ് മറിച്ച് ചിന്തിക്കുക? ഒരു ദാക്ഷിണ്യവും കാട്ടാതെ അബ്ദുറഹ്മാൻ വിധി പ്രഖ്യാപിച്ചു. ഇവിടെ ആസൂറാ ബീവി സെയ്ദ് എന്ന ഭൃത്യനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുന്നു. ആരാണ് പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അതിപ്പോൾ പ്രസക്തമല്ല. ആസൂറാ ബീവി വ്യഭിചാരം നടത്തി, അതാണ് പ്രശ്നം. ഇവിടെ പ്രതി രാജപത്നിയാണ്, വിശിഷ്യ എന്റെ സഹോദരന്റെ ഭാര്യയാണ്. അതൊന്നും നീതി നടത്തുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കില്ല. എന്റെ സഹോദരനാണെങ്കിൽ പോലും ഈ അവസരത്തിൽ മറിച്ചൊരു വിധി എഴുതാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, സെയ്ദ് എന്ന ഭൃത്യൻ അവിവാഹിതനായതുകൊണ്ട് അവനെ 100 അടിയടിച്ച് നാടുകടത്തുക. അടുത്ത വിധി പ്രഖ്യാപിക്കുവാൻ എനിക്ക് സങ്കടമുണ്ട്. ആസൂറാ ബീവി വിവാഹിതയാണ്. വിവാഹിതർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ മരിക്കുന്നതുവരെ കല്ലെറിഞ്ഞു കൊല്ലലാണ്. ആരവിടെ? ഈ വിധികൾ ഉടൻ നടപ്പാക്കട്ടെ. ആ ക്രൂരഹൃദയൻ അബ്ദുറഹ്മാൻ അട്ടഹസിച്ചു. വിധി പ്രഖ്യാപനം കേട്ടപ്പോൾ ആസൂറാ ബീവി പൊട്ടിക്കരഞ്ഞു. പിറ്റേ ദിവസം ശിക്ഷ നടപ്പിലാക്കാൻ കല്ലെറിഞ്ഞു കൊല്ലാൻ ഹദ്ദ് കുഴിയുടെ മുമ്പിലേക്ക് ആസൂറാ ബീവിയെ കൊണ്ടുവന്നു. ഈ സമയത്ത് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് കാണാൻ കൂടി നിന്നവരോട് ആസൂറാ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ നാട്ടുകാരെ, എന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, ഈ ആസൂറ മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇവർ എന്നെ ചതിയിൽ പെടുത്തിയതാണ്. എന്റെ ഭർത്താവല്ലാത്ത ഒരു പുരുഷൻ, അങ്ങനെ ഒരു ചെറിയ ചിന്ത പോലും എനിക്ക് വന്നിട്ടില്ല. മഹതിയായ ആസൂറാ ബീവി എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഹദ്ദ് കുഴിയിലേക്ക് ഇറങ്ങി നിന്നു. ഉടൻ 2 പട്ടാളക്കാർ ആസൂറാ ബീവിയുടെ അരഭാഗത്ത് കയറുകൊണ്ട് കെട്ടിമുറുക്കി. ഏറുകൊള്ളുമ്പോൾ ഇരിക്കാതിരിക്കാൻ വേണ്ടി 2 പട്ടാളക്കാർ 2 ഭാഗത്തേക്കും പിടിച്ചു വലിച്ചു ആ കയറിൽ. ഉടൻ അബ്ദുറഹ്മാൻ പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു, ഹദ്ദ് കുഴിയിൽ ഇറക്കി നിർത്തിയിരിക്കുന്ന ആസൂറ ബീവിയെ എറിഞ്ഞു കൊല്ലുക. അവന്റെ ആജ്ഞ കേട്ട് ഒരു പട്ടാളക്കാരൻ കയ്യിൽ കരുതിയിരുന്ന ഒരു കരിങ്കൽ കഷ്ണമെടുത്ത് ആസൂറാ ബീവിയുടെ തലയിലേക്ക് എറിഞ്ഞു. തലപൊട്ടി രക്തം ധാരധാരയായി ഒഴുകി. എല്ലാവരുടെയും ശക്തിയായ ഏറുകൊണ്ട് ആസൂറാ ബീവി കുഴിയിലേക്ക് മറിഞ്ഞു വീണു. ആസൂറാ ബീവിയെ നോക്കാൻ കുറച്ചു പട്ടാളക്കാരെ ഹദ്ദ് കുഴിയുടെ സമീപത്ത് കാവൽ നിർത്തി. അബ്ദുറഹ്മാനും പരിവാരങ്ങളും ജനങ്ങളും പിരിഞ്ഞുപോയി. രാത്രിയുടെ അന്തിമയാമങ്ങൾ. ലോകം മുഴുവനും പുതപ്പിനടിയിൽ സുഖനിദ്ര കൊള്ളുന്ന സമയം. 4-5 പട്ടാളക്കാർ ഹദ്ദ് കുഴിക്ക് കണ്ണു തുറന്ന് കാവൽ നിൽക്കുകയാണ്. വൈകുന്നേരം നടന്ന ഭീകര സംഭവമോർത്ത് ആ പട്ടാളക്കാരുടെ കണ്ണുകൾ നിറയുകയായിരുന്നു. ഒരുപാട് ഹദ്ദേർ അവർ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇത്തരത്തിലൊന്ന് ആദ്യമായിട്ടാണ്.
രാജകുമാരിയായ ആസൂറാ ബീവി നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പട്ടാളക്കാരൻ പറഞ്ഞു. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. മറ്റുള്ളവർ അതിനെ ശരിവെച്ചു. പിന്നങ്ങനെ ഇത് സംഭവിച്ചു. ഹദ്ദുകുഴിയിൽ കൊണ്ടു നിർത്തിയ ബീവി ചുറ്റും കൂടിയ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴും അവരുടെ കർണപുടങ്ങളിൽ മുഴുങ്ങി. ഞാൻ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്യാതെ എന്നെ വെറുതെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. തുടർന്ന് അവർ പറഞ്ഞു,